ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റോസ്മേരിയുടെ ലീഫ് വെച്ച് എങ്ങനെ വാട്ടർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ഫ്രഷായിട്ടുള്ള റോസ്മേരിയുടെ ലീഫ് വാങ്ങാൻ കിട്ടും. അതുപോലെ 1 കപ്പ് വെള്ളം, ഇത് രണ്ടും വെച്ച് നമുക്ക് ഇന്ന് റോസ്മേരി വാട്ടർ തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് റോസ്മേരിയുടെ ലീഫ് എടുത്ത് ഒരമണിക്കൂർ വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് വാങ്ങുമ്പോൾ എന്തെങ്കിലും കെമിക്കൽ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മൾ വെള്ളത്തിൽ അരമണിക്കൂർ വച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതായിട്ട് കഴുകി നെറ്റിനകത്ത് വെച്ച് വെള്ളമെല്ലാം കളയുക. അതിനുശേഷം ഇതേപോലെ റോസ്മേരിയുടെ ലീഫ് എടുത്ത് ഒരു 1-1.5 കപ്പ് വെള്ളത്തിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇതിലൂടെ 1-2 ചെറിയ ഉള്ളി, സ്മാൾ ഒണിയനും കൂടെ ഇതിലിടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് വേണ്ടവർക്ക്. അല്ലെങ്കിൽ ഈ റോസ്മേരിയുടെ ലീഫ് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് തിളപ്പിച്ച് ഒരു 1/4 കപ്പ് വെള്ളമാകുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് തിളയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ റോസ്മേരി നല്ലതായിട്ട് വെന്ത് ഇതിനകത്തുള്ള ജ്യൂസെല്ലാം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ആ വെള്ളം തണുപ്പിച്ച് കുപ്പിയിലാക്കി ഉപയോഗിക്കാം. ഇത് നമുക്കിനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുക്കുന്നു. അത് അടിയിൽ കട്ടിയുള്ള പാത്രം വേണം. എടുക്കുന്നു, അതിലോട്ട് നമുക്ക് ഈ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ ലീഫ് ഇടുന്നു. അതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തിളപ്പിക്കാൻ വയ്ക്കാം. തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന റോസ്മേരി ലീഫ് ഒന്ന് തുറന്ന് നോക്കാം. ഇല്ലേ, ഇതേപോലെ ഇപ്പം തന്നെ റോസ്മേരിയുടെ നല്ല മണം. ഈ മണം കളയാതിരിക്കാനാണ് ഞാൻ അടച്ചു വയ്ക്കുന്നത്. ഈ വെള്ളം നമുക്കൊരു 1/4 കപ്പാകുന്നത് വരെ ഇതേപോലെ തിളയ്ക്കട്ടെ. ഇതേപോലെ തിളച്ച് 1/4 കപ്പ് വെള്ളമാകുന്നത് വരെ നമുക്കിതേപോലെ അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഉണ്ട്. ഇത് ഇനി ഒരു 1/4 കപ്പ് കൂടെ പറ്റട്ടെ. എന്നിട്ട് നമുക്കിത് ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ നമുക്ക് കാണാൻ കഴിയും. ഈ ജ്യൂസെല്ലാം ഇറങ്ങി ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇത് പറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അതിൻ്റെ കൊത്തെല്ലാം നമ്മൾ കളഞ്ഞു. ഇനി നമുക്കിത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള കൊത്തും എല്ലാം പോകും. ഇതേപോലെ അരിച്ചെടുത്ത് ഇനി നമുക്ക് തണുക്കുമ്പോൾ ഒരു സ്പ്രേ കുപ്പിയിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പം നമ്മൾ റോസ്മേരി വാട്ടർ ഇവിടെ തയ്യാറാക്കി. ഇത് ഫ്രഷായിട്ടുള്ള റോസ്മേരിയുടെ ലീഫ് വാങ്ങിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് കൂടുതൽ പ്രയോജനമുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഞാൻ ഇതിനെ പറ്റിയൊരു ഈ വീഡിയോ ചെയ്തിരുന്നു. ഇത് വാങ്ങിച്ച റോസ്മേരി വാട്ടർ. ഇത് പറ്റത്തില്ലാത്തവർക്ക് മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് വയ്ക്കുക. ഒരാഴ്ചത്തേക്കിന് നമുക്ക് ഒരു 100 ഗ്രാം ലീഫ് വാങ്ങിച്ചിട്ട് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ചെറിയ തീയിലിട്ട് തിളപ്പിച്ച് ഒരു 1/4 കപ്പ് ആകുന്നത് വരെ പറ്റിച്ചിട്ട് ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചേക്കുക. ഇത് ദിവസവും നമ്മൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ഇതിന്ന് സ്പ്രേ ചെയ്ത് റൂട്ടിൽ റൂട്ടിൽ മസാജ് ചെയ്തിട്ട് പോയി ഞാൻ കുളിച്ചാൽ മതി. ഇത് നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ്. ഇത് സ്കാൽപ്പിൽ
എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാറ്റും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, അതുപോലെ ഓവർ ഗ്രോത്ത് തരും ഹെയറിന്, അതുപോലെ ഡാൻഡ്രഫ് കുറയ്ക്കും, ഹെയർ ഫോൾ ഇല്ലാതാക്കും, സ്ട്രെസ് ഇല്ലാതാക്കും. നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ് ഈ റോസ്മേരി വാട്ടർ. ഫ്രഷായിട്ട് ലീഫ് വാങ്ങിച്ച് നമ്മളിതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് പ്രയോജനം കൂടുതലാണ്. ഈ റോസ്മേരി വാട്ടർ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് വെക്കുക. അല്ല ഹെയർ ഫോൾ എന്ന് പറഞ്ഞ് നടക്കാതെ നമ്മളൊന്ന് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ഉപയോഗമാണ്. നമ്മൾക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് മാറ്റിക്കളയും, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഇതിനെല്ലാം നമ്മൾ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാം. ഇതെല്ലാവരും ചെയ്ത് നോക്കുക, ഉപയോഗിക്കുക, ഹെയർ ഫോൾ കുറയ്ക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.